Theorem 5.3. Suppose f and g are two functions defined on closed interval a b. Same domain define ചെയ്ത രണ്ട് functions ആണ് f ഉം g ഉം, and both of them are differentiable at a point x belong to a b. രണ്ട് ഫംഗ്ഷൻസും x എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. അത് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി, എഫ് ജി ആൻഡ് എഫ് ബൈ ജി അതൊക്കെ ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെയാണ് ഡിഫറൻഷ്യബിലിറ്റി എങ്ങനെയാണ് പറയുന്നത്, അതിൻ്റെ റൂൾ എങ്ങനെയാണെന്നൊക്കെയാണുള്ളത് ഈ സെക്ഷനിൽ അല്ലെങ്കിൽ ഈ തീരത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എഫ് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ്. സാധാരണ അഡീഷൻ്റെ റൂൾ തന്നെ അവിടെ കൊണ്ടുവന്നു. എഫ് ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. സാധാരണ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ റൂള് ഡെറിവേറ്റീവിൻ്റെ. മൂന്നാമത്തത് എഫ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഇൻറ്റു ഡെറിവേറ്റീവ് അല്ല ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് മൈനസ് ജി ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ ജി സ്ക്വയർ ഓഫ് എക്സ് എന്നാണ് നമ്മൾ അതിനെ സാധാരണ നമ്മുടെ ഡെറിവേറ്റീവ് റൂൾ തന്നെയാണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ മൂന്നാമത്തെ റൂൾ പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്ന ഫംഗ്ഷൻ ഒരു പോയിന്റിൽ പോലും സീറോ ആവില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുന്നത്. അതാണ് ജി ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അറ്റ് പോയിന്റ് എക്സ് എന്നുള്ള പോയിന്റ് മാത്രമാണ് പറയണത്. സോ അറ്റ്ലീസ്റ്റ് എക്സ് എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ എന്താവരുത്, സീറോ ആവരുത്. പ്രൂഫുകൾ വളരെ എളുപ്പമാണ്. സോ ഗിവൺ ദാറ്റ് എഫ് ഡാഷ് എക്സ് ആൻഡ് ജി ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ്. സോ എഫ് ഡാഷ് എക്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ് എക്സിസ്റ്റ് ചെയ്യും. അതുപോലെ ജി ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ജി ഓഫ് ടി മൈനസ് ജി ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി എഫ് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. സോ ആസ് പെർ ദ ഡെഫിനേഷൻ അതെങ്ങനെ വരണം, ദാറ്റ് ഷുഡ് ബി ഓഫ് ദ ഫോം ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് പ്ലസ് ജി ഓഫ് ടി മൈനസ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ജസ്റ്റ് ഓപ്പൺ ദ ബ്രാക്കറ്റ്, rearrange it and apply the limit. Okay, that is equal to limit t tends to x f of t minus f of x divided by t minus x plus limit t tends to x g of t minus g of x by t minus x. First term is of the form f dash x and second expression is g dash of x. Therefore we get f plus g dash of x is equal to f dash x plus g dash of x. So first വളരെ എളുപ്പമുള്ള പ്രൂഫായിരുന്നു. Now രണ്ടാമത്തത് ലിമിറ്റ് t tends to x f g of t minus f g of x divided by t minus x is equal to, നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യണത് എഫ് ഇൻറ്റു ജി എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെഫിനേഷനാണ്. എഫ് ജി ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. സിമിലർലി എഫ് ഇൻറ്റു ജി ഓഫ് ടി ഈസ് ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി. Therefore the first expression can be written in the form limit t tends to x f of t into g of t minus f of x into g of x whole divided by t minus x. അങ്ങനെ നമുക്കതിനെ എഴുതാം. Now that is again equal to, we are actually adding and subtracting a particular term called f of t into g of x. f of t into g of x എന്നുള്ള ടേം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എക്സ്പ്രഷൻ്റെ ന്യൂമറേറ്ററിൽ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുവാണ്. സോ വി ഗെറ്റ് ലിമിറ്റ് t tends to x f of t into g of t minus f of t into g of x plus f of t into g of x minus f of x into g of x whole divided by, you have to divide the whole term by t minus x. Okay, that we obtain in our, from the first two terms we are actually taking f of t as a common term. So we get limit that is equal to limit t tends to x f of t into g of t minus g of x by t minus x plus limit t tends to x g of x into സെക്കൻഡ് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ടേം നമ്മൾ എന്ത് ചെയ്യണു, വി ആർ ടേക്കിംഗ് ജി ഓഫ് എക്സ് ആസ് കോമൺ ടേം. സോ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ്. ദാറ്റ് ഇസ് അഗെയിൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. നമുക്കറിയാം അത് ലിമിറ്റ് കൊടുക്കുമ്പോൾ, കാരണം ഓക്കെ ആക്ച്വലി ഇത് എഫ് ഓഫ് ടി ജി ഓഫ് ടി എഫ് ഓഫ് ടി പ്ലീസ് ഇതൊന്ന് കെയർഫുൾ ആവുക. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ, എഫ് ഓഫ് എക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു, ഇവിടെ നമുക്ക് ഇങ്ങനെ ടി എക്സിലേക്ക് പോകുമ്പോൾ കൊടുക്കാനായിട്ട് ഇവിടെ കോമൺ എടുക്കുന്ന ജി ഓഫ് എക്സ് തന്നെയാണ്, ടി അല്ല. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരത്തില്ല. അതാണ് ഇവിടെ ഒരു ജി ഓഫ് എക്സ് കിടക്കുന്നത്. ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്. Okay, therefore f g dash of x is equal to f of x into g dash of x plus g of x into f dash of x.
മൂന്നാമത്തേതാണ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ബൈ ജി ഓഫ് ടി മൈനസ് എഫ് ബൈ ജി ഓഫ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു. ഓക്കെ, നമ്മൾ എഫ് ബൈ ജിയുടെ ഡെഫിനേഷൻ നോക്കാൻ പോകുന്നത്. അത് ബൈ ഡെഫിനേഷൻ ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു എക്സ്, നമ്മൾ ഇതാണ് നോക്കുന്നത് കേട്ടോ. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ബൈ ജി ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ടി മൈനസ് നോക്കും. ഓക്കെ, നമ്മൾ എന്ത് ന്യൂമറേറ്ററിൽ നമ്മൾ ഇനി LCM കാണാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് എന്താ വരിക നോക്കാം. LCM കണ്ടുപിടിച്ചിട്ട് ആക്കിയിട്ട് ബാക്കി കിട്ടുന്ന എക്സ്പ്രഷൻ കേട്ടോ. സോ ഇഫ് വി ഗെറ്റ് എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ജി ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു ടി മൈനസ് എക്സ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. LCM കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് അഗെയിൻ ഈക്വൽ ടു, അഗെയിൻ നമ്മളിവിടെ ആക്ച്വലി വി ആർ ആഡിങ് ആൻഡ് സബ്ട്രാക്ടിങ് എ ടേം കോൾഡ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് നമ്മൾ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. സോ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ്. നമ്മൾ ടേം ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ഹോൾ ഡിവൈഡഡ് ബൈ ജി ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു ടി മൈനസ് എക്സ്. ജി ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു ടി മൈനസ് എക്സ് നമ്മളതിന് എഴുതി. ദാറ്റ് ഇസ് അഗെയിൻ ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു എക്സ്, നമ്മൾ എന്ത് ചെയ്യണു, ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് വി ആർ ടേക്കിംഗ് ജി ഓഫ് എക്സ് കോമൺ ഔട്ട് സൈഡ്. ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ജി ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു ടി മൈനസ് എക്സ് എന്നാക്കി. അടുത്ത രണ്ട് ടേം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എഫ് ഓഫ് എക്സ് കോമൺ ആക്കി പുറത്തേക്ക് എടുത്തിട്ട് മൈനസ്, ബി കെയർഫുൾ, നമ്മൾ പുറത്തേക്ക് എടുത്തത് മൈനസ് എന്നുള്ള സൈനാണ്. സോ മൈനസ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ്, ഇവിടെ മൈനസ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് എക്സ് ഇൻറ്റു g of t minus g of x whole divided by g of t into g of x by t minus x. ഇനി ഒന്നാമത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം നോക്കൂ, ദാറ്റ്സ് അഗെയിൻ ഈക്വൽ ടു, നമ്മളിങ്ങനെ മാറ്റി എഴുതുകയാണ് നോക്കൂ, ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ് ഇൻറ്റു 1 ബൈ ജി ഓഫ് ടി ജി ഓഫ് എക്സ്. നമ്മളതിനെ ഇങ്ങനെ മാറ്റി എഴുതിട്ടോ. ഈ ടി ടേമിനെ നമ്മളതിന് 1 ബൈ എന്ന് പറഞ്ഞിങ്ങോട്ട് നീക്കി എഴുതി എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. മൈനസ് limit t tends to x f of x into g of t minus g of x by t minus x into 1 by g of t into g of x. Okay, ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദിസ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു 1 ബൈ ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് ടി. ജി ഓഫ് ടി ഇല്ല ജി ഓഫ് എക്സ് കാരണം എന്താ, ലിമിറ്റ് ടി എക്സിലേക്ക് പോകുമ്പോൾ ആസ് ടി ഗോസ് ടു എക്സ് ദിസ് ടേം വിൽ ഗോ ടു ജി ഓഫ് ടി വിൽ ബിക്കം ജി ഓഫ് എക്സ്. ഓക്കെ, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സോ 1 ബൈ ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു 1 ബൈ ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. Therefore this is equal to ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ജി സ്ക്വയർ ഓഫ് എക്സ്. Therefore എഫ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ജി സ്ക്വയർ ഓഫ് എക്സ്. നോട്ട് നോക്കുക, ഇഫ് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ആൻഡ് ദെൻ സി എഫ് ഇസ് ഓൾസോ ഡിഫറൻഷ്യബിൾ ഫോർ എനി കോൺസ്റ്റൻറ്റ് സി. നമ്മളിപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ കൊണ്ട് ഒരു ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ ജസ്റ്റ് എന്ത് ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത പോലെ തന്നെ ഇരിക്കും. So limit t tends to x cf of t minus cf of x by t minus x is equal to limit t tends to x c into c കോമൺ പുറത്തേക്ക് എടുത്തു f of t minus f of x by t minus x. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ we get c into f dash of x. Now the derivative of a constant function is 0. Okay, constant function derivative 0 എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ അടുത്ത കാര്യം നോക്കുന്നത്. സോ ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി ഫോർ എവറി എക്സ് ബിലോങ് ടു ആർ. ഡൊമൈനിൽ എക്സ് ഏരിയ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ മാറുന്നില്ല, അതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത്. ദെൻ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്നുള്ള പോയിന്റിലും എക്സ് എന്നുള്ള പോയിന്റിലും എങ്ങനെ നോക്കിയാലും ഫംഗ്ഷൻ ഒരു വാല്യൂ ഉള്ളത് ഏതാ, സി ആണ്. ദാറ്റ് ഇസ് അഗെയിൻ ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് സി മൈനസ് സി ബൈ ടി മൈനസ് എക്സ്. സി മൈനസ് സി ന്യൂമറേറ്റർ എന്തായാലും 0 ആയി പോകും. Therefore this is equal to, therefore f dash x is equal to 0 whenever x is a constant function. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്താണോ 1 ആയിരിക്കണം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ പ്രൂഫ് നോക്കുക. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ് ആ വരുന്നുണ്ടാവുക. എഫ് ഓഫ് ടി എന്താ, ഗിവൺ ദറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ്, ദഫ് എഫ് ഓഫ് ടി ഇസ് ഇക്വൽ ടു ടി. എഫ് ഓഫ് ടി ടി ആണ്, എഫ് ഓഫ് എക്സ് എക്സ് ആണ്. സോ ന്യൂമറേറ്ററും ടി മൈനസ് എക്സ് ആവും. ദഫ് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്താവും, ക്യാൻസൽ ആവും. ദഫ് വിൽ ഗെറ്റ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് 1 ഇസ് ഈക്വൽ ടു 1. ദഫ് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 1. നോ ഷോ ദാറ്റ് x raised to n is differentiable and its derivative is n x raised to n minus 1. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിത് മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ വെച്ചാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ വ്യത്യാസം.
n equal to 1 ആദ്യം പ്രൂവ് ചെയ്യണം. സോ വി പ്രൂവ് ദിസ് ബൈ ദ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ദെൻ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 1. നമ്മൾ തൊട്ട് മുന്നേ അത് ചെയ്തതാണ്, അതുകൊണ്ട് അവിടെ നേരിട്ട് എഴുതിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. എഫ് ഓഫ് എക്സ് എക്സ് ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് 1ൻ്റെ പ്രൂഫ് തൊട്ട് മുന്നേ എഴുതി നമ്മളവിടെ എഴുതി വെക്കണം കേട്ടോ. നോ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് ആണ്. ദെൻ ബൈ എഫ് ഡാ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ദെൻ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ഇൻറ്റു 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 2x ബൈ പ്രോഡക്റ്റ് റൂൾ അവിടെ അപ്ലൈ ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എക്സ് ഈക്വൽ ടു 1 നമ്മളത് പ്രൂവ് ചെയ്തു. സപ്പോസ് ദാറ്റ് ഇനി എന്നിന് എക്സ് എന്താ പറയുക nth പവർ വരുമ്പോൾ നമ്മളത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഓക്കെ n-1th പവറിന് അസ്യൂം ചെയ്തിട്ട് എന്നിട്ട് എന്നിന് പ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് nth ടൈം അസ്യൂം ചെയ്തിട്ട് n+1 പ്രൂവ് ചെയ്യുക. ഏതായാലും ഒരുപോലെ തന്നെ. സപ്പോസ് ദാറ്റ് ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു n-1 ദെൻ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു n-x റേസ് ടു n-2 അങ്ങനെയാണെന്ന് വിചാരിക്കാം. നമുക്കൊരു അസംഷൻ വേണമല്ലോ നമ്മുടെ ഇൻഡക്ഷൻ മെത്തേഡിന്. സോ n-1th കേസിന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് എന്ത് ചെയ്യും, എന്നിന് പ്രൂവ് ചെയ്യും. സോ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു n-1 ദെൻ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു n-1 എക്സ് ഇൻറ്റു എക്സ് റേസ് ടു n-2 ആണെന്ന് വിചാരിക്കുക. ഇനി എക്സ് റേസ് ടു n ഡെറിവേറ്റീവ് കാണാൻ പോകണം. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു n ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു n-1 ഇൻറ്റു എക്സ്. ഇനി നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തു, എക്സ് റേസ് n-1 ഇൻറ്റു എക്സ് ആക്കി. ദെൻ വി അപ്ലൈ പ്രോഡക്റ്റ് റൂൾ. ദെൻ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു n-1 ഇൻറ്റു 1 പ്ലസ് എക്സ് ഇൻറ്റു n-x റേസ് ടു n-2. ഇത് രണ്ടും കിട്ടും, കാരണം നമ്മുടെ അസംഷൻ അനുസരിച്ച് എക്സ് റേസ് n-1 ഡെറിവേറ്റീവ് നമുക്കറിയാം, എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു n-1 ഇൻറ്റു എക്സ് റേസ് ടു n-1 ഇൻറ്റു n-1 പ്ലസ് 1 അല്ലേ. നിങ്ങൾ വൃത്തിയായിട്ട് നോക്കിയാൽ മതി. എക്സ് റേസ് ടു n-1 ഇൻറ്റു n-1 പ്ലസ് 1 ആവും. n-1 പ്ലസ് 1 അത് n ആണ്. Therefore that is equal to n into x raised to n-1. Therefore by induction it is true for all positive numbers. So for x raised to n, x dash x is equal to nx raised to n-1. Okay, fine. അടുത്ത the chain rule for differentiation. ഡിഫറൻസിയേഷൻ്റെ ചെയിൻ റൂൾ ആണ് ഇനി പറയാൻ പോകുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഡിഫറൻസിയേഷൻ ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആൻഡ് ഇസ് പ്രോബബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറം അബൌട്ട് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറങ്ങളിലൊന്നായിരിക്കും ഈ പറയുന്ന തിയറം കേട്ടോ. കോമ്പോസിറ്റ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മളത് പറയാൻ പോകുന്നത്. സോ തിയറം 5.5. സപ്പോസ് എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ ബി. ഓക്കെ, ക്ലോസ്ഡ് എ ബിയിൽ എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എഫ് ഡാഷ് എക്സ് എക്സിസ്റ്റ് അറ്റ് സം പോയിന്റ് എക്സ് ബിലോങ് ടു എ ബി. സോ ഡൊമൈനിലൊരു പോയിന്റ് എക്സിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ജി ഈസ് ഡിഫൈൻഡ് ഓൺ എൻ ഇൻ്റർവൽ ഐ വിച്ച് കണ്ടെയ്ൻസ് ദ റേഞ്ച് ഓഫ് എഫ്. എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ റേഞ്ച് എവിടെ കിടക്കുന്നുണ്ടോ, ഓക്കെ, ആ ഇൻ്റർവെല്ലിലാണ് ആര് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ജി ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ദ പോയിന്റ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, എഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സിൽ ഡിഫറൻഷ്യബിൾ ആണ്. സോ ഇറ്റ്സ് ഓൾസോ ഗിവൻ ദ ജി ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൽ ജി എന്നുള്ള ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആണ്. ഇഫ് എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ജി ഓഫ് എഫ് ഓഫ് ടി, എച്ച് ഓഫ് ടി എന്നുള്ളത് ജി ഓഫ് എഫ് ഓഫ് ടി ആണെങ്കിൽ ഫോർ എ ലെസ് ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ദെൻ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ദ പോയിന്റ് എക്സ്. അങ്ങനെയാണെങ്കിൽ എച്ച് എന്നുള്ള ഫംഗ്ഷൻ എക്സ് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെന്നും ആൻഡ് എച്ച് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ എഫ് ഡാഷ് ഓഫ് എക്സ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സാധാരണ നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണല്ലോ അല്ലേ, ആ കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കാര്യം ശ്രദ്ധിക്കുക, 2-3 കാര്യം ശ്രദ്ധിക്കാനുണ്ട്. സോ എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം ക്ലോസ്ഡ് എ ബി. എഫിൻ്റെ റേഞ്ച് സപ്പോസ് ഇതാണെന്ന് വിചാരിക്കുക. ഈ റേഞ്ചിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്ഥലത്താണ് ജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എ ബിയുടെ അകത്താണ് എക്സ്. ഈ എക്സിൻ്റെ ഇമേജ് കിടക്കുക എഫ് ഓഫ് എക്സ് ആണ്, കാരണം ഇതാണ് നമ്മുടെ എഫിൻ്റെ റേഞ്ച്. സോ ഈ പോയിന്റിൽ ജി എന്നുള്ള ഫംഗ്ഷൻ എന്താണ്, ഡിഫറൻഷ്യബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ് എന്നുള്ള പോയിന്റിൽ എഫ് എന്താണ്, ഡിഫറൻഷ്യബിൾ. അങ്ങനെയാണെങ്കിൽ എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ജി എന്നുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്നുള്ള പോയിന്റ് എന്താണ്, ഡെറിവേറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് കാണിക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ്. സോ ജി എന്നുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൽ ഡിഫറൻഷ്യബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എച്ച് ഓഫ് ടി എന്നുള്ള ഫംഗ്ഷനാണ് നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി കാണിക്കുക. അപ്പോൾ എഫ് എക്സിൽ ഡിഫറൻഷ്യബിൾ ആണ്, ജി എഫ് ഓഫ് എക്സിൽ ഡിഫറൻഷ്യബിൾ ആണ്. സോ എച്ച് എന്നുള്ള ഫംഗ്ഷൻ എക്സിൽ ഡിഫറൻഷ്യബിൾ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ പ്രൂഫ് നോക്കുക, ഒന്ന് കെയർഫുൾ ആയാൽ മതി, എളുപ്പമുള്ള പ്രൂഫാണ്. ലെറ്റ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. സോ വൈ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ്. ഓക്കെ, because given that f is differentiable at x, therefore y equal to f of x and f is differentiable at x, therefore limit t tends to x, f of t minus f of x by t minus x equal to f dash x exist. Or pattern exist guarantee ആണ്. Or we can write f of t minus f of x is equal to, നമ്മൾ ഈ എക്സ്പ്രഷനാണ് നമ്മൾ
കാര്യങ്ങളൊക്കെ ഇനി ഉരുത്തി തീർക്കാൻ പോകുന്നത്. ഇത് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. വി നോ ദാറ്റ് ദിസ് എക്സ്പ്രഷൻ എക്സിസ്റ്റ്. ദെർഫോർ നമുക്ക് താഴെ പറയുന്ന കാര്യം പറയാൻ പറ്റും. എന്താ പറയുന്നത്? എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഈക്വൽ ടു ടി മൈനസ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് പ്ലസ് യു ഓഫ് ടി, വേർ യു ഓഫ് ടി ഗോസ് ടു 0 ആസ് ടി ടെൻസ് ടു എക്സ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഉറപ്പായിട്ടും കിട്ടും. കാരണം നമ്മൾ ഈ എക്സ്പ്രഷനിൽ ഇഫ് യു അപ്ലൈ ടി ടെൻസ് ടു എക്സ്, വാട്ട് വിൽ യു ഗെറ്റ്? നമുക്കിത് എൽ എച്ച് എസ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാം. ടി മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഡാഷ് എക്സ് പ്ലസ് യു ഓഫ് ടി. എഫ് ഡാഷ് എക്സിൽ ചേഞ്ച് വരാൻ പോകുന്നില്ല, കാരണം അത് ടി ആണ് എക്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സ് അവിടെ നിൽക്കുക. സോ എഫ് ഡാഷ് എക്സ് അവിടെ ലിമിറ്റിലൊന്നും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ആൻഡ് യു ഓഫ് ടി വിൽക്കും 0. സോ വി ഗെറ്റ് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് എന്നുള്ള എക്സ്പ്രഷൻ നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ സിൻസ് വി ഹാവ് ദിസ് എക്സ്പ്രഷൻ, നമുക്ക് ഇങ്ങനെയും അതിനെ പറയാൻ പറ്റും. ഏത്? എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടി മൈനസ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് പ്ലസ് യു ഓഫ് ടി, വേർ യു ഓഫ് ടി ഗോസ് ടു 0 ആസ് ടി ടെൻ ടു എക്സ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. Therefore g is differentiable given that g is differentiable at f of x. ഇത് f എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. സിമിലർലി given that g is differentiable at f of x, f of x is g differentiable ആണ്. Therefore g of s minus g of y is equal to സെയിം പരിപാടി കേട്ടോ. y എന്നുള്ള പോയിന്റിലാണല്ലോ ഡിഫറൻഷ്യബിൾ, g y ആണല്ലോ f of x. Therefore g of s minus g of y is equal to s minus y into g dash of y plus v of s, where v of s goes to 0 as s tends to y. നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ ഓക്കെ. നൗ ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. എസ് എന്ന് നമ്മൾ എഫ് ഓഫ് ടി എന്ന് വിളിക്കുകയാണ്. ഓക്കെ ഓക്കെ. therefore this is equal to h of, therefore h of t minus h of x is equal to, എന്താണ് h of t minus h of x? by definition g of f of t minus g of f of x ആണ്. എന്താണ് g of f of t minus g of f of x എന്ന് പറഞ്ഞാൽ? തൊട്ട് മുന്നേ g of s minus g of y പറഞ്ഞതിൻ്റെ എക്സ്പ്രഷനായി മാറും. ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് വൈ പ്ലസ് വി ഓഫ് എസ് ആണ് നമുക്ക് കിട്ടും. തൊട്ട് മുന്നത്തെ എക്സ്പ്രഷൻ നമ്മൾ അങ്ങനെയാണ്, അതിന് വേണ്ടിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് എന്താ? ദാറ്റ് ഇസ് ഈക്വൽ ടു ടി മൈനസ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് എക്സ് പ്ലസ് യു ഓഫ് ടി ഇൻറ്റു ജി ഡാഷ് ഓഫ് വൈ പ്ലസ് വി ഓഫ് എസ് ആണ്. ഇഫ് ടി നോട്ട് ഈക്വൽ ടു എക്സ്, ടി നോട്ട് ഈക്വൽ ടു എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എച്ച് ഓഫ് ടി മൈനസ് എച്ച് ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ് എന്താവും? രണ്ട് സൈഡിലും ടി മൈനസ് എക്സ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ നമ്മുടെ ആർ എച്ച് എസിൽ നിന്ന് ടി മൈനസ് എക്സ് അവിടെ ക്യാൻസൽ ആവും അല്ലേ. സോ ഫ്രം ഹിയർ വിൽ ഗെറ്റ്, നമ്മൾ ഈ ടേം നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസലായി പോകും. ഓക്കെ. therefore we get g dash of y plus v of s into f dash of x plus u of t എന്ന് കിട്ടും. now apply limit t tends to x. therefore limit t tends to x, when t tends to x, f of t f of t x ലേക്ക് പോകുമ്പോൾ f of t ഇങ്ങോട്ട് പോകും, f of x ലേക്ക് പോകും, because f is a continuous function. ഇനി f of t f of s ലേക്ക് പോകുമ്പോൾ t x ലേക്ക് പോകുമ്പോൾ s y ലേക്ക് പോകും, because s ആണ് നമ്മുടെ f of t, y f of x ആണ്. ഓക്കെ. സോ ടി എക്സിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് ടി ഇങ്ങോട്ട് പോകുമ്പോൾ എഫ് ഓഫ് എക്സിലേക്ക് പോകും. അപ്പോൾ ആസ് ടി ടെൻസ് ടു എക്സ് എസ് ഗോസ് ടു വൈ അല്ലേ, ബിക്കോസ് എസ് ഇസ് ഈക്വൽ ടു നമ്മുടെ അടുത്തേക്ക് എസ് എഫ് ഓഫ് ടി എന്നും വൈ എഫ് ഓഫ് എക്സ് എന്നുമാണ്. സോ ടി എക്സിലേക്ക് പോകുമ്പോൾ എസ് വൈയിലേക്ക് പോകും. ആസ് ടി ടെൻസ് ടു എക്സ് യു ഓഫ് ടി ഗോസ് ടു 0, യു ഓഫ് ടി 0ലേക്ക് പോയി. ഇനി എസ് വൈയിലേക്ക് പോകുമ്പോൾ വി ഓഫ് എസ് എന്തായിക്കോളും? 0ലേക്ക് പോയിക്കോളും. ടി എക്സിലേക്ക് പോകുമ്പോൾ എസ് വൈയിലേക്ക് പോകും. പക്ഷേ ടി എക്സിലേക്ക് പോകുമ്പോൾ യു ഓഫ് ടി 0 ആവും. എസ് വൈയിലേക്ക് പോകുമ്പോൾ വി ഓഫ് എസ് എന്താവും? 0 ആവും. വി ഓഫ് എസും 0 എന്ന് കിട്ടും. therefore limit t tends to x, h of t minus h of x by t minus x is equal to, നമ്മൾ ഇനി ആ രണ്ട് കണ്ടീഷൻസും ഈ ഇക്വേഷനിൽ കൊടുക്കുകയാണ് കേട്ടോ. ഇൻ ദിസ് സൈഡ് limit t tends to x, h of t minus h of x by t minus x is equal to g dash of y into f dash of x. മറ്റൊരു ടേംസ് എന്തായി മാറി? ഈ ടേമും 0 ആയി മാറി as t tends to x. therefore g dash y and f of x സാധാരണ സബ്സ്റ്റിറ്റ്യൂട്ട് again. therefore you get g dash of f of x into f dash of x. therefore h, that is h dash of x is equal to g dash of f of x into f dash of x. അങ്ങനെ നമുക്ക് h എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു. h dash of x is equal to g dash of f of x into f dash of x നമ്മൾ കണ്ടുപിടിച്ചു. എക്സാമ്പിൾ നോക്കുക. f be defined by f of x equal x sin 1 by x when x not equal to 0 and 0 when at x is equal to 0. x 0 അല്ലെങ്കിൽ f 0 അല്ലെങ്കിൽ f dash x എന്താ? x into cos 1 by x into minus 1 by x square plus 1 into sin 1 by x. സാധാരണ റൂൾ പ്രകാരം നമ്മളത് ചെയ്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ന് വൃത്തിക്ക് എഴുതി കഴിയുമ്പോൾ വി ഗെറ്റ് ദിസ് ഇസ് ഈക്വൽ ടു sin 1 by x minus 1 by x cos into 1 by x cos 1 by x എന്ന് കിട്ടും when x not equal to 0. ഇനി ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് എന്താ? ലിമിറ്റ് ടി ടെൻസ് ടു 0 എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0 ബൈ ടി മൈനസ് 0 വേണ്ടേ. സോ ലിമിറ്റ് ടി ടെൻസ് ടു 0 എന്താണ്? എഫ് ഓഫ് ടി എന്താ?
ടി സൈൻ 1 ബൈ ടി മൈനസ് 0 സൈൻ 0 എക്സ് ഈക്വൽ 0ൽ ഫംഗ്ഷൻ 0 ആയത് കാരണം എഫ് ഓഫ് 0 0 ആണ് ഡിവൈഡ് ബൈ ടി മൈനസ് 0 ദാറ്റ് ഈസ് ലിമിറ്റ് ടി ടെൻസ് ടു 0 സൈൻ 1 ബൈ ടി എന്ന് കിട്ടും നമുക്ക് അല്ലേ. ഇതാണ് നമുക്കവിടെ അവസാനം കിട്ടുന്നത്. പക്ഷേ സൈൻ 1 ബൈ എക്സ് ആസ് ടി ടെൻസ് ടു 0 എന്തല്ല എക്സിസ്റ്റ് ചെയ്യില്ല നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ദെർഫോർ ഈ ഫംഗ്ഷൻ 0ൽ എന്തല്ല ഡിഫറൻഷ്യബിൾ അല്ല. ദെർഫോർ എഫ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. കാരണം എന്താ സൈൻ 1 by t 0ൽ എക്സിസ്റ്റ് ചെയ്യില്ല. Clearly that the given function is continuous at every x belong to R. So entire ഡൊമൈനിൽ എന്താ പറയുക ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷേ 0ൽ ഫംഗ്ഷൻ എന്തല്ല ഡിഫറൻഷ്യബിൾ അല്ല. എക്സാമ്പിൾ 2 നോക്കുക. ലെറ്റ് എഫ് ബി ഡിഫൈൻഡ് ബൈ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സൈൻ 1 by എക്സ്. എക്സ് സ്ക്വയർ സൈൻ 1 by എക്സ് എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരുന്നുണ്ടാവുക. നമ്മുടെ ന്യൂമറേറ്റർ പോസിറ്റീവ് എക്സ് സ്ക്വയറും ഡിനോമിനേറ്റർ മൈനസ് എക്സ് സ്ക്വയർ ഉണ്ടാവും. ഇതിനിടയിൽ കിടന്നിട്ടുണ്ടാവും ഭയങ്കര ഹൈ ഫ്ലക്ച്വേഷൻ പോലെ നമ്മുടെ ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷൻ വരിതുകൊണ്ടേയിരിക്കും. നമുക്ക് ഈ 0ലേക്ക് വരുന്നതോറൊന്നും കാണാൻ തന്നെ പറ്റില്ല. ഇങ്ങനെയാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എക്സ് 0 അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് 1 by എക്സ് ഇൻറ്റു മൈനസ് 1 by എക്സ് സ്ക്വയർ പ്ലസ് സൈൻ 1 by എക്സ് ഇൻറ്റു 2x ദാറ്റ് ഇസ് ഈക്വൽ ടു 2x സൈൻ 1 by എക്സ് മൈനസ് കോസ് 1 by എക്സ്. ഇനി ടു എക്സാമിൻ ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 നമുക്ക് എന്ത് വേണ്ട ലിമിറ്റ് ടി ടെൻസ് ടു 0 എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0 by ടി മൈനസ് 0 എന്ന് വേണം. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു 0 ടി സ്ക്വയർ സൈൻ 1 by ടി മൈനസ് 0 by ടി എന്ന് കിട്ടും. ഒരു ടി ക്യാൻസൽ ചെയ്യാം. ദെർഫോർ ദിസ് ഇസ് ലിമിറ്റ് ടി ടെൻസ് ടു 0 ടി സൈൻ 1 by ടി ലിമിറ്റ് ടി ടെൻസ് 0 ടി സൈൻ 1 by ടി നമുക്ക് മുന്നേ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് 0 ഇതാ എക്സ് സൈൻ 1 by എക്സ് 0 ആണെന്ന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എക്സ് 1 ടി ആണെന്നുള്ളൂ. ദെർഫോർ സിൻസ് ലിമിറ്റ് ടി ടെൻസ് ടു 0 ടി സൈൻ 1 by ടി 0 ആയതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ദെർഫോർ എഫ് ഡാഷ് ഓഫ് 0 എന്താണ് 0 ആണ്. ദെർഫോർ ദ എബവ് ഫംഗ്ഷൻസ് ഡിഫറൻഷ്യബിൾ അറ്റ് എവറി എക്സ് ബിലോങ് ടു ആർ ബിക്കോസ് എല്ലാ പോയിന്റിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് എഫ് ഡാഷ് ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 0. പക്ഷേ എഫ് ഡാഷ് ഡെറിവേറ്റീവ് പിന്നെ 0ൽ എന്തല്ല കണ്ടിന്യൂസ് അല്ല. കാരണം എക്സ്റ്റെൻസ് 0 എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസ് 0 ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ 2x സൈൻ 1 by എക്സ് മൈനസ് കോസ് 1 by എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് 0 കോസ് 1 by എക്സ്. എക്സ്റ്റെൻസ് 0 കോസ് 1 by എക്സ് നമുക്ക് നേരത്തെ എക്സ്റ്റെൻസ് 0 സൈൻ 1 by എക്സ് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റെൻസ് 0 കോസ് 1 by എക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അറിയാൻ പറ്റില്ല. Therefore ലിമിറ്റ് എക്സ്റ്റെൻസ് 0 കോസ് 1 by എക്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഹെൻസ് എഫ് ഡാഷ് ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 0. എഫ് ഡാഷ് കണ്ടിന്യൂസ് അല്ല എന്നാണ് പറയുന്നത്. ഹെൻസ് എഫ് ഡാഷ് ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 0. ഓക്കെ, ബാക്കി അടുത്ത സെഷനിൽ നമുക്ക് ചെയ്യാം. താങ്ക് യു.